Welcome back to the part 2 of 7 most exotic and rare flooring episodes. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ആദ്യത്തെ 4 റെയർ അല്ലെങ്കിൽ താഴെ നിന്ന് മേളിലോട്ട് ഒരു 4 റെയർ ഫ്ലോറിങ്സ്. ഐ ഹോപ്പ് യു റിമെമ്പർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിന്റെ കൂടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 4 ലാസ്റ്റ് 2 എണ്ണവും ഇന്നത്തെ ഈ 3 എണ്ണവും കൂടെ ഒരു കണക്ഷൻ ഉള്ള ടൈൽസ് ആണ്, അല്ലെങ്കിൽ കണക്ഷൻ ഉള്ള ഫ്ലോറിംഗ് ആണ്. ഈ ഫ്ലോറിംഗ് തമ്മിൽ എന്തുവാണ് കണക്ഷൻ? അതാണ് ഏറ്റവും എക്സോട്ടിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. സോ കീപ് പോസ്റ്റഡ്. നമുക്ക് മൂവ് ചെയ്യാം. തേർഡ് മോസ്റ്റ് എക്സോട്ടിക് ഫ്ലോറിംഗ്. ഈ മൂന്നാമത്തെ ഏറ്റവും റെയർ ആൻഡ് എക്സോട്ടിക് ഫ്ലോറിംഗ് വരുന്നതാണ്. വളരെ സുപരിചിതമായും അധികം എക്സ്പെൻസീവും അല്ല, എല്ലായിടത്തും അവൈലബിൾ ആണ്. കുറച്ച് മെയിൻ്റനൻസ് കൂടുതലാണ്, അതുകൊണ്ട് മാത്രമാണ് കുറച്ച് പേര് അത് ഉപയോഗിക്കുന്നത്. മെയിൻ ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ കുറച്ച് പേരാണ്. പക്ഷേ എല്ലാവരും സമ്മതിക്കും ഈ ഫ്ലോറിംഗ് ആണ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫ്ലോർ ടൈൽ അവൈലബിൾ എനിവെയർ. ഈ ഫ്ലോറിംഗ് ആണ് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ്. ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും കോമൺ പേര് അല്ലെങ്കിൽ ഏറ്റവും എക്സോട്ടിക് പേര് പെർഗോ എന്ന ഒരു ബ്രാൻഡാണ്. പെർഗോ റെഡിലി അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. എവി ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ അവൈലബിൾ അല്ല. ഞങ്ങളുടെ കയ്യിൽ എഗർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബ്രാൻഡാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം ആക്ഷൻ ടെസ, നമ്മുടെ പഴയ ഒരു 20-25 വർഷം മുമ്പ് ഷൂസ് വന്നുകൊണ്ടിരുന്ന ആക്ഷൻ ഷൂസ്, ആ കമ്പനിയുടെ ആക്ഷൻ ടെസ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റും ഇപ്പം മാർക്കറ്റിൽ വിപണിയിലുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. പക്ഷേ ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 100 rupees മുതൽ ഒരു 200 rupees വരെയുള്ള റേഞ്ച്. വളരെ നല്ല ഫ്ലോറിംഗ്. ജീവിക്കാൻ സാധാരണക്കാർക്ക് ഒരു എക്സോട്ടിക് ലൈഫ് അല്ലെങ്കിൽ ഒരു ലക്ഷറി റൂം ചെയ്യണമെങ്കിൽ ആ റൂമിൽ ഡെഫിനറ്റ്ലി ഫ്ലോറിംഗ് ഇതായിരിക്കണം. ഇതിന്റെയും കുറച്ച് ഇമേജസ് ഷെയർ ചെയ്യാം. ഇനിയുള്ള 2 എണ്ണം ഇതിനു മുമ്പ് പറഞ്ഞ 3 എണ്ണം തമ്മിലുള്ള കണക്ഷനും കുറച്ച് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദി സെക്കൻഡ് മോസ്റ്റ് എക്സോട്ടിക് ഫ്ലോറിംഗ്. ദ സെക്കൻഡ് മോസ്റ്റ് റെയർ ആൻഡ് എക്സോട്ടിക് ഫ്ലോറിംഗ്. ഈ ഫ്ലോറിംഗ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഒരു സെനാരിയോയിൽ ഇത് ഉപയോഗിക്കാൻ പാടാണ്. കാരണം ഹ്യൂമിഡ് ക്ലൈമറ്റ്സിൽ ജനറലി ഇത് ഉപയോഗിക്കാറില്ല. ഈ ഫ്ലോറിംഗ് ഉപയോഗിക്കുന്നത് നല്ല തണുപ്പുള്ള രാജ്യത്തും പിന്നെ നല്ല പണം ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർപ്പറ്റ് ആണ്. ഏറ്റവും പ്ലഷ് ലൈഫ് സ്റ്റൈലിനുള്ള ഒരു ഫ്ലോറിംഗ് ആണ്. ഈ മെറ്റീരിയൽ ആണ് കാർപ്പറ്റ്. കാർപ്പറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് സ്ക്വയർ പ്രൊഡക്ട്സ് വെച്ചും ചെയ്ത് നമുക്ക് കാർപ്പറ്റ് ഉണ്ടാക്കാം. അതേപോലെ ഏറ്റവും പ്ലഷ് കാർപ്പറ്റ് നല്ല വുളൻ മെറ്റീരിയലും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. സോ ദ പ്രൈസ് റേഞ്ചസ് ഫ്രോം a few 10 let's say 50 to 70 rupees സ്ക്വയർ ഫീറ്റ് മുതൽ 7000 രൂപ സ്ക്വയർ ഫീറ്റ് വരെയുള്ള കാർപ്പറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഈ കാർപ്പറ്റ്സ് ആണ് സെക്കൻഡ് മോസ്റ്റ് എക്സോട്ടിക് ഫ്ലോറിംഗ്സ്. കേരള സെനാരിയോയിൽ പറ്റത്തില്ല, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീടിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കാർപ്പറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വാസ് ദി സെക്കൻഡ്. നൗ വെയിറ്റ് ഫോർ ദി ടോപ്പ് റെയർ ആൻഡ് എക്സോട്ടിക് ഫ്ലോറിംഗ് ദാറ്റ് യു ക്യാൻ ഹാവ്. ഇനി the number 1 exotic flooring that you can have. I am sure ഒരു 99% പ്രേക്ഷകരും ആ ഫ്ലോറിംഗ് ഒരിക്കലും കണ്ടു കാണത്തില്ലായിരിക്കും. കേരളത്തിന്റെ തനത്തായ ഫ്ലോറിംഗ് ആണ്. കേരളത്തിൽ ആയുർവേദ ആചാര്യന്മാരും മാത്രമേ ഉള്ളൂ ഇപ്പം ആ ഫ്ലോറിംഗ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ തിരുവനന്തപുരത്തുള്ള ഒരു ആയുർവേദ ഹൗസ് എനിക്കറിയാം, അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മറ്റിടത്ത് ഉപയോഗിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു 50 വർഷം മുമ്പ് കേരളത്തിലെ ഒരു നോർമൽ ഫ്ലോറിംഗ് ആയിരുന്നു. യെസ്, ബെയർ സാൻഡ് ഫ്ലോറിംഗ്. അതായത് വീടിന്റെ ഉള്ളിൽ മണല് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഫ്ലോറിംഗ് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ഹ്യൂമൻ ബോഡിക്ക്, ഹ്യൂമൻ മൈൻഡിന് ഏറ്റവും അനുയോജ്യമായ ഒരു സർഫേസ് ആണ് ബെയർ സാൻഡ്. ബെയർ സാൻഡ് ഫ്ലോറിംഗ് ഉള്ള ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ അതിനെക്കാട്ടിലും നല്ല ഒരു എക്സ്പീരിയൻസ് വേറെ എങ്ങും കിട്ടാനില്ല. ലെറ്റ്സ് ഗോ ഇൻ ടു എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് വൈ വി ഹ്യൂമൻസ് ഹാവ് ദിസ് അഫിനിറ്റി ടുവേർഡ്സ് ദി ലാസ്റ്റ് 5 ഫ്ലോറിംഗ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ലെറ്റ്സ് ഗോ ഇൻ ടു ദാറ്റ്. നമ്മൾ മനുഷ്യർ ഇതേപോലെ സിറ്റികളിൽ ജീവിക്കാനും നല്ല വസ്ത്രവും നല്ല ഷൂസും ട്രെയിന്, ബസ്, കാറ്, പ്ലെയിന്, ഗവൺമെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതെല്ലാം വന്നിട്ട് 100 വർഷം അല്ലെ ഒരു 200 വർഷമേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് 10,000 വർഷങ്ങൾ നമ്മൾ വെറും കാലിൽ മണ്ണിന്റെ പുറത്ത് നടന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് നടക്കുമ്പം നല്ല കംപ്രഷൻ ഫീൽ ചെയ്യുന്ന ഏതൊരു ഫ്ലോറിങ്ങും വളരെയധികം മാനസികമായിട്ടുള്ള ഒരു പീസും നമ്മുടെ ശരീരത്തിന് ഒരു നല്ല ഫ്രീനെസ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ അവസാനം
അവസാനം പറഞ്ഞ 5 ഫ്ലോറിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ 5ാമത്തെ ഫ്ലോറിംഗ് നമ്മൾ പറഞ്ഞത് വുഡ് ആയിരുന്നു. വുഡ് നമ്മൾ നടക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് തരും. ഇനി അടുത്ത എടുത്തു കഴിഞ്ഞാൽ മഡ് ഫ്ലോറിംഗ് അല്ലെങ്കിൽ ചാണകം വെച്ച് ചെയ്ത ഫ്ലോറിംഗ്, അതിന്റെ പുറത്ത് നമ്മൾ നടക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് തരും. അതായത് നമ്മുടെ ഓരോ ഫീറ്റിനും ഭൂമിയിൽ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവും. പക്ഷേ ഈ റെസ്പോൺസ് നമുക്ക് ഒരിക്കലും ഗ്രാനൈറ്റിലോ മാർബിളിലോ ടൈൽസിലോ ഒന്നും കിട്ടത്തില്ല. അത് ഒരിക്കലും നമ്മുടെ ഫുട്ടിനനുസരിച്ച് ഇരുന്ന് കൊടുക്കത്തില്ല. സോ വിച്ച് മീൻസ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഫ്ലോറിംഗിൽ നിന്ന് റിയാക്ഷൻ കിട്ടുന്ന ഫ്ലോറിംഗ് ആയിരിക്കും എപ്പോഴും ഏറ്റവും പ്ലഷ് ഫ്ലോറിംഗ്. അതാണ് 5ാമത് വുഡ് വന്നത്. ഹാർഡ് വുഡ് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, പക്ഷെ നമ്മുടെ ശരീരത്തിന് സെൻസ് ചെയ്യാൻ പറ്റും, ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് തരും. ഇനി നെക്സ്റ്റ് നമ്മുടെ മഡ് ഫ്ലോറിംഗ് അല്ല ചാണകം വെച്ചുള്ള ഫ്ലോറിംഗ്. നടന്നവർക്കറിയാം അത് നമ്മൾ നടക്കുമ്പോൾ വളരെ നേരിയ ഒരു റിയാക്ഷൻ ആ ഫ്ലോർ നമുക്ക് തരും. ഇനി അതിന്റെ അടുത്ത ഫ്ലോറിംഗ് ഞാൻ പറഞ്ഞത് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് ആണ്. ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിംഗ് ആണ് ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന ഫ്ലോറിംഗ്. ഈ ഫ്ലോറിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹാർഡ് ഫ്ലോറിന്റെ പുറത്ത് ഒരു പോളിയൂറിത്തീൻ ഫോം വെച്ചിട്ട്, ലെറ്റ്സ് സേ സംതിങ് ലൈക്ക് ദിസ്, ഒരു ഫോം വെച്ചിട്ടാണ് ഈ ഫ്ലോറിംഗ് ഇടുന്നത്. വിച്ച് മീൻസ് ഇതിന്റെ പുറത്ത് നമ്മൾ നടക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കംപ്രസ് ആവും. ആ കംപ്രഷൻ നമ്മുടെ ബോഡിക്ക് വളരെയധികം റീഅഷുറൻസും റിലാക്സേഷനും തരും. അതാണ് ഇത് 3rd പോയിന്റിൽ വന്നത്. ഇതിന്റെ അടുത്ത ലെവലാണ് കാർപ്പറ്റ്സ്. കാർപ്പറ്റും നമുക്കറിയാം, നമ്മൾ നടക്കുമ്പോൾ കാർപ്പറ്റ് ചെറുതായിട്ടൊന്ന് ഇരുന്ന് തരും. അതേപോലെ നമ്മുടെ ഫീറ്റ് ഫേം ആയിട്ട് ഒരു ഗ്രിപ്പിന്റെ പുറത്താണ് നിൽക്കുന്നതെന്നുള്ള ഒരു റീഅഷുറൻസ് നമ്മുടെ അബോധ മനസ്സിൽ വരും. ഇനി ഇതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചാൽ മതി, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഒരു സീഷോർ അല്ലെങ്കിൽ ഒരു കടൽ തീരം നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അവിടെ ഷൂ ഇട്ടുകൊണ്ട് ആരും നടക്കാറില്ല. അത് ഷൂവിനകത്ത് മണ്ണ് കയറുന്നതുകൊണ്ടല്ല, നമ്മൾ ശരിക്കും 10,000 വർഷത്തെ നമ്മുടെ ഉള്ളിലെ ഹാബിറ്റാണ് അവിടെ പുറത്തു വരുന്നത്. നമുക്ക് നമ്മുടെ ഫീറ്റ് ആ ഒരു കടൽ തീരം അല്ലെങ്കിൽ ആ കടൽ തീരത്തിന്റെ നമ്മൾ നടക്കുമ്പോൾ കിട്ടുന്ന അവിടുത്തെ കംപ്രഷൻ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെരുപ്പൂരി നടക്കുന്നത്. ആ ഫ്ലോറിംഗ് ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അനുയോജ്യമായ ഫ്ലോറിംഗ്. അപ്പം വീട്ടിൽ മണൽ വാരി ഇടണമെന്ന് ഞാൻ പറയത്തില്ല, ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. എനി ഫ്ലോറിംഗ് ദാറ്റ് gives compression or that has compression and that bounces back on your steps, that is the best flooring. So keep posted to AV Tiles and Sanitary for more such informative videos. I hope you like this one. ഇഷ്ടപ്പെട്ടെങ്കിൽ definitely comment ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യണം. ഞങ്ങൾ കാത്തിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം.